അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ. അസുഖങ്ങളെല്ലാം അള്ളാഹു ഷിഫ നൽകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും ഓരോ ദിവസവും വീഡിയോൻ്റെ താഴെയായിട്ടും ദുആ വസിയത്തോടെ പറയാറുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണ്, ടെൻഷൻ എന്താണ് എന്നൊക്കെ റബ്ബിനറിയാം. എല്ലാത്തിനും അള്ളാഹു റാഹത്തിൻ്റെ വഴി, സമാധാനത്തിൻ്റെ വഴി, സന്തോഷത്തിൻ്റെ വഴി അള്ളാഹു തുറന്നു നൽകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള വഴി അള്ളാഹ് തുറന്നു നൽകട്ടെ. അതുപോലെ തന്നെ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ് കേട്ടോ. നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് ചൊല്ലുക. അതായത് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകളിൽപ്പെട്ട നാമമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഒരു ഉമ്മാൻ്റെ അനുഭവവും കൂടിയാണ് കേട്ടോ. അതുമല്ല, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ പറയാൻ പോകുന്ന ഈ ഇസ്മ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് അത്ഭുതമായിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഈ ഇസ്മുമാണ്. അപ്പം ഒരു ഉമ്മാക്ക് ഒരു വല്ലാണ്ട് പ്രയാസം വന്ന സമയത്ത് വാട്സപ്പിലൂടെ ദിവസമായി ഇതുപോലെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോരോ ദിക്റുകളും സ്വലാത്തുകളും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ദിക്റിൻ്റെ പുസ്തകത്തിലും സ്വലാത്തിൻ്റെ പുസ്തകം അതുപോലെ തന്നെ ഓരോരോ പുസ്തകത്തിലുമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റുകളെ പറ്റിയും അസ്മാഉൽ ഹുസ്നയിലുള്ള നാമങ്ങളെ പറ്റിയും സ്വലാത്തിനെ കുറിച്ചുമാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതുപോലെ തന്നെ ഈ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത ഇസ്മ ആ ഒരു ഉമ്മ നിയ്യത്താക്കി പതിവായിട്ട് ചൊല്ലി അൽഹംദുലില്ലാ അതിന് ഫലം കിട്ടി. ആ ഒരു നാമമാണ് ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലാൻ പോകുന്നത്. ഇത് ഞാൻ ഈ ക്ലാസ്സിൽ പറയാനുള്ള കാരണം എപ്പോഴും ചോദിക്കുന്നവരാണ്, എന്തെങ്കിലും ഒരു ദിക്റോ സ്വലാത്തോ ഒന്ന് പറഞ്ഞു തരുവിത്താ, മനസ്സിനൊരു സമാധാനവുമില്ല എന്ന്. അതിപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമായിരിക്കും കൂടുതൽ പേർക്കും ഉണ്ടാവുക. കാരണം എപ്പോഴും ആ ഒരു പ്രയാസം പറഞ്ഞ് പൊട്ടിക്കരയുന്നവരാണ് കൂടുതൽ പേരുമുള്ളത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങളും നിയ്യത്താക്കി ചൊല്ലാൻ ഒരുങ്ങിക്കോളിട്ടോ. അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. അപ്പോൾ ഇനിയൊരു കാര്യം പറയാനുള്ളത് ഏർവാടിയിൽ പോകുന്ന കാര്യമാണ് കേട്ടോ. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വാട്സപ്പിൽ എപ്പോഴും മെസ്സേജ് വരാറുള്ളത്. ഈ മാസം 18-ാം തീയതി, അതായത് അടുത്ത ശനിയാഴ്ചയാണ് നമ്മൾ ഏർവാടിയിലേക്ക് പോകുന്നത്. അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്, അവിടെ വന്നു കൂടുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെ മാനസികമായിട്ട് സുഖമില്ലാത്ത ഒരുപാട് ചെറിയ മക്കളായാലും ആൺമക്കളായാലും ഉമ്മമാരായാലും അവിടെ 1 മാസം 2 മാസമൊക്കെ വന്ന് കൂടുന്നുണ്ട്. അതെന്തിനും കൂടുകയാണ്, അവിടെ വന്ന് കൂടിയിട്ട് അവർക്ക് ഷിഫ കിട്ടുന്നുണ്ട്, സുഖമായിട്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഭക്ഷണം നിയ്യത്താക്കി കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ 3 തവണ പോയപ്പോഴും നിങ്ങളിൽ ഒരുപാട് പേര് 10 പേർക്ക് 15 പേർക്ക് 5 പേർക്ക് 3 പേർക്ക് 2 പേർക്ക് 1 പേർക്ക് എന്നൊക്കെയായിട്ട് ഭക്ഷണം തന്ന് 75ഓളം, കഴിഞ്ഞ തവണ 75, അതിന് മുമ്പത്തെ തവണ ഉച്ചക്കും രാത്രിയൊക്കെ 50 ഒരു 500 പേർക്കുള്ള ഭക്ഷണം ഇപ്പോൾ നമ്മൾ 3 തവണ പോയ സമയത്ത് കൊടുത്തു പോയിട്ടുണ്ട്. അതിന് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത്, അതൊന്നും വെറുതെ ആയിട്ടില്ല. അൽഹംദുലില്ലാ. ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്, അത് തീർച്ചയായിട്ടും വെറുതെ ആയി പോവില്ല. ഒരാൾക്ക് വിശപ്പ് മാറണത് നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഓടിക്കൂടുകയാണ് അവിടെയുള്ളവർ. ഭക്ഷണം കൊടുക്കുന്നത് കാണുന്ന സമയത്ത് ഒരുപാട് രോഗികൾ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് വാങ്ങിപ്പോവും. അവിടെ ക്യൂ നിർത്തിയിട്ടാണ് അവർക്കത് കൊടുക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടുമെന്ന് ഉറപ്പാണ്. ഒരുപാട് പേര് ദിവസേന പറയുന്നുണ്ട്, ഏർവാടിയിൽ ഭക്ഷണം കൊടുത്ത് എൻ്റെ കാര്യം നടന്നിട്ടോ, എൻ്റെ മോന് ജോലി കിട്ടിയിട്ടോ, എൻ്റെ മനസ്സിലെ വിഷമം മാറി കിട്ടിയിട്ടോ, ഇതുപോലെ നിരവധി പേരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നേർച്ചയാക്കിയിട്ട് നിങ്ങൾ കുടുംബത്തോടൊപ്പം പോയി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ, ആണുങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോയി കൊടുക്കുക. അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ പോയി തന്നെ നിങ്ങളെ കൈകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം നേർച്ചയാക്കുക, എന്നിട്ട് അവിടെ പോയി കൊടുക്കുക. അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ 18-ാം തീയതി പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് തന്നാൽ മതി കേട്ടോ. ഈ കാണുന്ന വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ നേർച്ചയ്ക്ക് ഇനിയും ഫലം കാണിച്ചു തരട്ടെ. ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉമ്മാൻ്റെ മനസ്സിലുള്ള കാര്യം ഒരാഴ്ച ഈ ഒരു ഇസ്മ നിയ്യത്താക്കി ചൊല്ലി ഫലം കിട്ടി. ഇതേപോലെ നിങ്ങളും ഇതേപോലെ ഒരാഴ്ച തുടരെയായിട്ട് ചൊല്ലി നോക്കൂ. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു മജ്ലിസിൽ വെച്ചിട്ട് ചൊല്ലുന്നുണ്ട്, 313 തവണയാണ് കേട്ടോ ചൊല്ലുന്നത്. ആ ഒപ്പമായിട്ട് നിങ്ങളും ചൊല്ലുക. ഇതുപോലെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക കേട്ടോ. അള്ളാഹു ഇതിനുള്ള ഫലം കാണിച്ചു തരും, അത് ഉറപ്പാണ്.
ദിക്റാണ്, അള്ളാഹിൻ്റെ നാമങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുന്ന മജ്ലിസാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഫത്താഹു ജല്ല ജലാലുഹു, 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 യാ ഫത്താഹു ജല്ല ജലാലുഹു,
يا فتاح جل جلاله 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 يا فتاح جل جلاله
യാ ഫത്താഹു ജല്ല ജലാലുഹു 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 യാ ഫത്താഹു ജല്ല ജലാലുഹു
യാ ഫത്താഹു ജല്ല ജലാലുഹു, 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 യാ ഫത്താഹു ജല്ല ജലാലുഹു. റഹ്മാനെ, ഞങ്ങളെ ചൊല്ലിയിട്ടുള്ള ഈ നാമത്തെ നീ സ്വീകരിക്കല്ലാ. റഹ്മാനെ, ആരൊക്കെയാണ് ഒപ്പമായിട്ട് മനസ്സിൽ ഓരോ കാര്യങ്ങൾ നീയത്താക്കി ചൊല്ലിയിട്ടുള്ളത്, റബ്ബേ എത്രയും പെട്ടെന്ന് അതിൻ്റെ പരിഹാരം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കല്ല. ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കല്ല. റഹ്മാനെ, ആരൊക്കെയാണോ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് നിനക്കറിയാലോ, അവരുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ല. അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനെ. ചെറിയ മക്കൾ പോലും സുഖമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല. ഷിഫ നൽകണേ റഹ്മാനെ. നീയാണ് അസുഖം തരുന്നതല്ല, നീ ഷിഫ നൽക് റഹ്മാനെ. റബ്ബേ, ഞങ്ങളെല്ലാവരെയും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല. റഹ്മാനെ, ഡയാലിസിസ് ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട് റഹ്മാനെ, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ ഷിഫ നൽകല്ല. ഓപ്പറേഷൻ ഒരുങ്ങി നിൽക്കുകയാണ് റഹ്മാനെ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഓപ്പറേഷൻ കഴിയാൻ റഹ്മാനെ, മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ല. റബ്ബേ, ഒരുപാട് പേര് കടം കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ടല്ല. കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളുടെ മുന്നിൽ നീ തുറന്ന് നൽകണേ അല്ല. റഹ്മാനെ, പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ടല്ല. റഹ്മാനെ, ഞങ്ങളുടെ പ്രവാസികൾ ഞങ്ങൾക്ക് അരി തേടി പോയവരാണ് റഹ്മാനെ. വീട്ടിലെ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളുമായിട്ട് റഹ്മാനെ അക്കരെ കടന്ന് ജോലിക്ക് പോയവരാണല്ല. അവരെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അവരെ നീ കാവൽ നൽകണേ അല്ല. അവരുടെ ജോലിയിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കല്ല. ഹലാലായിട്ടുള്ള ജോലി കൊടുക്ക് റഹ്മാനെ. ജോലിയില്ലാതെ റൂമിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ല. അവർ പ്രതീക്ഷിക്കുന്ന ജോലി എത്രയും പെട്ടെന്ന് അവർക്ക് നീ നൽകണേ അല്ല. എല്ലാവിധ ഖൈറും ബർക്കത്തും ചൊരിയണേ റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ല. റഹ്മാനെ, ദാരിദ്ര്യം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല. ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. കടം കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ. അസുഖം തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ. റബ്ബേ, നിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണം റഹ്മാനെ. നിൻ്റെ നോട്ടം ഞങ്ങൾക്ക് വേണം റഹ്മാനെ. നിൻ്റെ കാവൽ ഞങ്ങൾക്ക് വേണമല്ല. ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാനെ. റബ്ബേ, ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, പേരെടുത്ത് പറയേണ്ടല്ലോ റഹ്മാനെ. നിനക്കറിയാലോ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. ഖൈറായ വഴി തുറന്ന് നൽകല്ല. ഹലാലായ വഴി തുറന്ന് നൽകല്ല. ഹലാലായ മാർഗം തുറന്ന് നൽകല്ല. ആപത്തിൽ നിന്ന് സംരക്ഷണം നൽകല്ല. റബ്ബേ, ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണം റഹ്മാനെ. ഈ ഇഷ്ക് മദീനയിലൂടെ ദിവസമായി ഇസ്മുകൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആയത്തുകൾ ഓതുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റല്ല റഹ്മാനെ, അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് റഹ്മാനെ. പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ല. ഏർവാടിയിലേക്ക് ഒരുപാട് പേര് ഭക്ഷണം നീയത്താക്കി തന്നവരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണേ അല്ല.
എന്തൊക്കെ കാര്യം നെയ്യത്ത് വെച്ചാണോ അവർ ഭക്ഷണം നേർച്ചയാക്കിയത്, അവർക്കതിൻ്റെ ഫലം നീ അവരെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കല്ല. അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കല്ല. ജീവിതത്തിൽ സമാധാനം സന്തോഷവും നൽകണേ അല്ല. ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളെ മക്കളെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ അല്ല. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ അവരുടെ ഖബർ നീ വിശാലമാക്കല്ല. ഖബർ നീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്ക് റഹ്മാനെ. ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്ക് റഹ്മാനെ. ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്തോടെ പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എപ്പോഴും നാം എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.